ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനന്ത ബ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രമാണ്. നമ്മളവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. കൊട്ടാരക്കര അമ്പലം എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. കഥകളിയുടെ പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലം. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പക്ഷേ ശിവപാർവതി പുത്രനായ ഗണപതിയുടെ പേരിലാണ് ഈ ദേവാലയത്തിന് ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉള്ളത്. ബാലഗണപതിയാണ് ഇവിടുത്തെ സങ്കല്പം. കേരളത്തിലെ പ്രധാന പ്രശസ്തമായിട്ടുള്ള 5 ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം. നമ്മുടെ ഗണപതിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഉണ്ണിയപ്പം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു പ്രസാദം എന്ന് പറയുന്നത്. കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്, അത്രയ്ക്ക് ടേസ്റ്റിയുമാണ്. മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനമായിട്ട് ഉത്സവം എന്ന് പറയുന്നത്. നമ്മൾ പോയത് ചാരുമൂട് അടൂർ വഴിയാണ് കൊട്ടാരക്കരയിലേക്ക് പോയത്. ഏകദേശം ഒരു 40-45 കിലോമീറ്ററോളം ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകാനായിട്ട്. ഇവിടെ നവരാത്രി ആയതുകൊണ്ട് തന്നെ നിറയെ ഇതുപോലെ ബൊമ്മകളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകാത്തവർ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ പോവേണ്ട ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം. ഇവിടുത്തെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ. കണ്ടു നിൽക്കാൻ തന്നെ തോന്നും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.